എൻ്റെ ടേറ്റേ നീ ഈ പരിപാടി പറയല്ലോ. നീയാണോ ലോ നോക്കാൻ പോണേ? യു ആർ ഗോയിങ് ടു ലീവ് എമോങ്സ് ഇന്ത്യൻസ് ഇഫ് യു ലീവ് ഇൻ കാനഡ. പുള്ളി പറഞ്ഞ സംഭവം കേട്ടോ, പുള്ളി ട്വീറ്റ് ചെയ്ത സംഭവം എക്സില്. യു ആർ ഗോയിങ് ടു ലീവ് എമോങ്സ് ഇന്ത്യൻസ് ഇഫ് യു ലീവ് ഇൻ USA. യു ആർ ഗോയിങ് ടു ലീവ് എമോങ്സ് ഇന്ത്യൻസ് ഇഫ് യു ലീവ് ഇൻ ഇംഗ്ലണ്ട്. You're going to live amongst Indians if you live in Dubai, but Dubai is the only place where they respect the law. ശരി, ഓക്കെ, മനസ്സിലായി. ഇന്ത്യയിൽ 1.5 ബില്യൺ ആൾക്കാരുണ്ട്. അതിൽ 100 മില്യൺ ആൾക്കാർ പുറത്ത് വർക്ക് ചെയ്യുന്നത്. 100 ബില്യൺ വെച്ചാൽ UK പോപ്പുലേഷൻ്റെ ഓൾമോസ്റ്റ് 2 ആൾക്കാർ. നിങ്ങൾ ആലോചിക്കുക, ഇത്ര ആൾക്കാരൊക്കെ ഒരു നാട്ടിലല്ല ജീവിക്കണേ, പുറത്ത് ജീവിക്കുമോ? അപ്പോൾ എവിടെയോ ഒരു 10-15 ആൾക്കാർ ഇങ്ങനെ കാണിച്ചു റീൽസ്, അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ടിക്ടോക്കിലോ ഇങ്ങനെ വീഡിയോ സ്പ്രെഡ് ചെയ്യും. അവർക്ക് വ്യൂസ് അല്ലേ? ഇന്ത്യക്കാരെ പരിഹരിക്കണം. നമ്മളെല്ലാ ആൾക്കാരെയും എല്ലാ ഇന്ത്യക്കാരെയും ഇങ്ങനെ ആക്കിയൊരു കാര്യമുണ്ടോ? ടൈറ്റ്, നീ മോശക്കാരനാണോ? നീ മോശമാണോ? നീ UK എന്തോ ടൈപ്പ് കാണിച്ചു. നീ ഇപ്പോൾ റൊമേനിയ പോയി ദുബായി പോയി സെറ്റിലായല്ലേ? നീ ജയിലിൽ പോയാലല്ലേ? നീ ലോ പറയല്ലേ സാറേ? നീ ലോ പറയല്ലേ ടൈറ്റേ? മുട്ടയാണെങ്കിൽ ഏതോ ഞാൻ പറയാനില്ല, വലിയ സംഭവമുണ്ട്. അണ്ണനാണെങ്കിൽ നൈസായിട്ട് ജയിലിലൊക്കെ പോയി ടീനേജ് ആൾക്കാരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് സിഗ്മ കളിച്ച് അണ്ണൻ ജയിലിൽ പോയ ആളല്ലേ? അണ്ണൻ കാണിച്ച പരിപാടി എന്ന് പറയാനില്ല. എന്തിനാ ജയിലിൽ പോയേ? കള്ള അണ്ണൻ UK റൊമേനിയ പോയി സമം ചെയ്യാൻ. ഇപ്പം ദുബായിലാണ് ഉള്ളത്. എന്തൊക്കെയോ ഉടായിപ്പോൾ ബിസിനസ്. വാട്ട് കളർ ഇസ് യർ ബുഗാറ്റി? അതാണ് പുള്ളിയുടെ ആകെയുള്ള സംഭവം. വാട്ട് കളർ ഇസ് യർ ബുഗാറ്റി? ഉണ്ടാ അപ്പം അങ്ങനെ സംഭവം. ഓക്കെ ബൈ.